കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ പണിമുടക്ക് പുരോഗമിക്കുന്നു. ഇന്ന് അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്. ജില്ലയിൽ പണിമുടക്ക് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. ജില്ലയിൽ സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും സർവീസ് നടത്തുന്നില്ല. ഓട്ടോ ടാക്സി തൊഴിലാളികളും പണിമുടക്കിലാണ്. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയിട്ടുണ്ട്. ട്രെയിൻ ഗതാഗതം സാധാരണ നിലയിലാണ്. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുന്നു. സ്കൂളുകളിൽ അധ്യയനം ഭാഗികമാണ്. സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനവും നാമമാത്രം. കാലിക്കറ്റ് MG കേരള സർവകലാശാലകൾ ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. PSC നടത്താൻ നിശ്ചയിച്ചിരുന്ന ഓൺലൈൻ പരീക്ഷകളും മാറ്റി. ഒരു വിഭാഗം റെയിൽവേ വിമാനത്താവള തൊഴിലാളികളും പണിമുടക്കിന്റെ ഭാഗമായി. തുറമുഖം, വൈദ്യുതി, ടെലികോം, IT, ബാങ്കിംഗ്, ഇൻഷുറൻസ്, ഓൺലൈൻ വ്യാപാരം, തൊഴിലുറപ്പ് മേഖലകളിലെ ജീവനക്കാരും സമരത്തിൽ അണിനിരക്കുന്നു. പാൽ, പത്രം, ആശുപത്രി, മരുന്ന് ഷോപ്പുകൾ തുടങ്ങി അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. CITUവും INTUCയും AITUCയും അടക്കമുള്ള 10 ട്രേഡ് യൂണിയനുകളാണ് പണിമുടക്കുന്നത്. കേരളത്തിൽ വെവ്വേറെയായാണ് പണിമുടക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ യോജിച്ച സമരം വേണ്ടെന്ന KPCC നിർദ്ദേശത്തെ തുടർന്നാണ് INTUC ഒറ്റയ്ക്ക് പണിമുടക്കുന്നത്. BMS പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല. അതേസമയം പണിമുടക്കിന് സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചു. ജോലിക്ക് ഹാജരാകാത്തവർക്ക് വ്യാഴാഴ്ചത്തെ ശമ്പളം ലഭിക്കില്ല. ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, വൈദ്യുതി നിയമ ഭേദഗതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ട്രേഡ് യൂണിയനുകൾ ഉന്നയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് TCV.